ഹേ ഗൈസ്, നമുക്കിന്നൊരു കാർ എടുക്കാൻ പോയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ പുതിയ കാർ എടുക്കാൻ പോകുകയാണ്. നമ്മുടെ അഞ്ചാമത്തെ കാർ എടുക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പം എന്നെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ 4 പേരുടെ വരുന്നത്. ഞങ്ങൾ ഇത്രയും പേരോടാണ് പോകുന്നത്. ഞാനും ശംഭുചേട്ടനും അമ്പാടിയും ഗീതമ്മയും സാവിത്രി മോളും കൂടാണ് ഞങ്ങൾ കാർ എടുക്കാൻ പോകുന്നത്. കായംകുളം ഷോറൂമിലാണ് പോയി എടുക്കുന്നത്. അപ്പോൾ എന്നെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഒരുങ്ങി റെഡിയായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്ത കാറാണ്. അപ്പം കായംകുളത്താണ് ഷോറൂം. സായി സർവീസിലായിരുന്നു. മാരുതി സുസുക്കിയുടെ നെക്സ ഷോറൂമിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് സമയം എടുത്തിട്ടുണ്ട്, തിരുമേനിയെ കൊണ്ട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. സമയം 3 മണി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് 5 മണിക്കുള്ളിൽ വീട്ടിനുള്ളിൽ വരണം, വീട്ടിൽ കയറണമെന്നായിരുന്നു. അപ്പം ഞങ്ങളൊരു 4 മണി 3:30 കഴിഞ്ഞപ്പോഴത്തേനും ഇറങ്ങി. 4 മണിയോളം ആയിട്ടുണ്ടാവും. സൈൻ ചെയ്യുകയാണ് ശംശേട്ടന്, എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ചേട്ടന് നമ്മുടെ മിക്ക കാറുകളും ചേട്ടൻ തന്നെയാണ് നമുക്ക് എടുത്ത് തന്നിരിക്കുന്നത്. സായി സർവീസിൽ നിന്ന് തന്നെ വളരെ നല്ല സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഷോറൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഷോറൂമിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് നല്ല സ്റ്റാഫാണ്, നല്ല ഒരു കസ്റ്റമർ ഡീലിങ്സ് ആണ്. ഭയങ്കര പരിചയമില്ലാത്തൊരു പ്ലേസ് പോലെ എനിക്ക് തോന്നിയില്ല. എല്ലാം നന്നായിട്ട് അറിയാവുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഒരുപാട് നേരം കുഞ്ഞിനെയും കൂടെ നിന്നു. പക്ഷേ ആരും അങ്ങനെ കുഞ്ഞലയ്ക്കുമ്പോഴും ബഹളം വെക്കുമ്പോഴും അതൊന്നും ഡോൺ വറി ടേക്ക് എന്നുള്ള രീതിയിൽ അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. വലിയ ഇതൊന്നും ഈ കുഞ്ഞെന്താ അലയ്ക്കുന്നത് അങ്ങനെ ഒന്നും നോക്കുന്നൊന്നും ഇല്ലായിരുന്നു. ഫ്രീ ആയിട്ട് നമുക്ക് നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യാം അവിടെ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സർവീസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ ഓൾറെഡി വിഷ്ണു ചേട്ടനെ അവിടുത്തെ ആറമ്മാണ് അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ അതിൻ്റെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ ഇപ്പോൾ ഒരു ഓഫറുടെ ഉണ്ട് അവിടെ. അപ്പോൾ അത് നമ്മളൊരു കാർഡ് എടുത്തിരുന്നു. അത് സ്ക്രാച്ച് ചെയ്തപ്പോൾ ശംഭുചേട്ടൻ തന്നെ സെലക്ട് ചെയ്ത് സ്ക്രാച്ച് ചെയ്തതാണ്. അപ്പം നമുക്ക് 1 ഗ്രാം ഗോൾഡ് കോയിനാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. 1 ഗ്രാം ഗോൾഡ്, 8 ഗ്രാം ഗോൾഡ്, പിന്നെ എയർ പ്യൂരിഫയർ, അങ്ങനെ 3 ഗിഫ്റ്റുകളാണ് ഉള്ളത്. പിന്നെ ബമ്പർ സമ്മാനം 9 കോടി രൂപയുടെ സമ്മാനമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ 1 ഗ്രാം ഗോൾഡ് കോയിനാണ് കിട്ടിയത്. അത് അന്ന് കിട്ടിയില്ല, കുറച്ച് ദിവസം കഴിയുമെന്ന് പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ പോയി വാങ്ങിക്കണം, കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടീ, കോഫി എന്ത് വേണമെങ്കിലും കുടിക്കാൻ തരില്ല. അപ്പോൾ അമ്മയ്ക്കും ശംശേട്ടനും ടീ കുടിച്ചു, ഞാനൊന്നും കുടിച്ചില്ല. കുഞ്ഞിന് ആ ടീ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. ഇച്ചിരിയൊക്കെ കൊടുത്തു. ടീ ഒന്നും അങ്ങനെ കൊടുക്കാറില്ല, ചായ ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തട്ടിയും മുട്ടിയും കിടന്ന് നിന്നു. ഇച്ചിരി ഏറെ നേരം നിൽക്കേണ്ടി വന്നിരുന്നു. പക്ഷെ നമുക്ക് മുഷിച്ചുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വളരെ ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മൾ നടക്കുകയായിരുന്നു അവിടെ. കുഞ്ഞിന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരു വാട്ടർ ബോട്ടിൽ ഒരു വെള്ളം കൊണ്ടുവരികയും ചെയ്തു. നമ്മൾ പെട്ടെന്ന് പോരുമെന്ന് വിചാരിച്ച് കുഞ്ഞിന് പാലൊന്നും എടുത്തില്ലായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു വിധത്തിൽ നമ്മൾ റെഡിയാക്കിയിട്ട് അങ്ങനെ നമ്മളുടെ ആളിൻ്റെ പുതപ്പൊക്കെ മാറ്റി നമ്മൾ വരവേൽക്കാൻ പോവുകയാണ്. യെസ്, ദിസ് ഈസ് അവർ 5th ബോയ്. നമ്മളുടെ 5ാമത്തെ കുട്ടിയാണിത്. 5ാമത്തെ നമ്മളുടെ ഇച്ചിരി വലിയൊരു കുട്ടിയാണ്. അപ്പം ഈ വട്ടം സാവിത്രി മോള് തന്നെയാണ് കീ വാങ്ങിച്ചത്. അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും സാവിത്രി മോളും അമ്മയും കൂടി സംശയം കീ വാങ്ങിച്ചു. വളരെ ഹാപ്പിയാണ്, വലിയ സന്തോഷം. അമ്പാടി മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും പേരുണ്ട്. പിന്നെ ഇനി എല്ലാം അങ്ങോട്ട് ഫോട്ടോ പോസസാണ്.
ശംഷാൻ അങ്ങനെ വളരെ ഐശ്വര്യത്തോടെ വണ്ടി താക്കോല് അമ്മയുടെ നിന്ന് വാങ്ങിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളിനി വീട്ടിലേക്ക് പോവുകയാണ്. 5 മണിക്കുള്ളിൽ വീട്ടിൽ ചെല്ലണം. അപ്പോൾ ഞങ്ങൾ അമ്പാടിയുടെ വണ്ടിയിൽ തിരിച്ചു വരും. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. സവിത്രി മോളും ഞാനും അമ്മയും ശംഭുചേട്ടനും അങ്ങനെ നാരങ്ങ പൊട്ടിച്ച് വിഘ്നങ്ങളെല്ലാം മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് ചെട്ടുളങ്ങരയിലേക്ക് പോകുകയാണ്. സാവിത്രിയായിട്ട് യാത്ര പോവാണ് പുതിയ കാറിൽ ഞങ്ങളുടെ പുതിയ കാറിൽ ബലെനോ പുതിയ കാറിൽ യാത്ര ചെയ്യുകയാണ്. അപ്പം ചെട്ടുളങ്ങര വീട്ടിലേക്ക് എത്താറായി. ഇനി കുറച്ച് കമ്പനിപ്പടി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ കേട്ട് പുത്തൻ വണ്ടിയിൽ രസിച്ചിങ്ങനെ പോവുകയാണ്. വീട്ടിലേക്ക് എത്തുകയാണ് ഗൈസ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലൊരുപാട് ആന്റിമാരും ചേച്ചിമാരും അമ്മമാരും കൂടി ഇരിക്കുന്ന എന്ത് പരിപാടിയുണ്ട്. അപ്പം ഞാനിപ്പോൾ തിരിച്ച് ഓഫീസിലേക്ക് തന്നെ പോകും. അപ്പം അത് കഴിഞ്ഞൊരു 8 മണിയാകുമ്പോൾ ഞങ്ങൾ KFC കയറി. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ചെന്നിത്തലയിൽ അച്ഛനെയും അമ്മയും കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ആഹാ, എന്തൊരു അന്തസ്! ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇവൻ കിടക്കുന്ന കാണാൻ എന്തൊരു ഭംഗി, എന്തൊരു അന്തസ്! അങ്ങനെ എൻ്റെ പപ്പയും അമ്മയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ഞങ്ങൾ ചെറിയൊരു റൈഡൊക്കെ പോയി, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഞങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. Okay, bye. Take care, dears.